നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ കാലാവധി ഈ വർഷം കഴിയുകയാണ്. 2025 ജനുവരിക്കുള്ളിൽ പുതിയ ഇലക്ഷൻ നടത്തി പുതിയ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ആ പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് ആയിട്ടുള്ള യുകെയുടെ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇന്ന് കടന്നുപോയത്. ഇതിന്റെ ഫലം എന്തായാലും അത് ഋഷി സുനക്കിന്റെ മന്ത്രിസഭയെ ഡയറക്റ്റ് ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഋഷി സുനക്ക് രാജിവെക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഇന്നത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവിനെ തരിപ്പണമാക്കിക്കൊണ്ടാണ് ലേബർ കടന്നു വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഇവിടെയുള്ള സർവേകളിലെല്ലാം തന്നെ കൺസർവേറ്റീവ് വളരെ പിന്നിലായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ത്രിതല പഞ്ചായത്ത് പോലുള്ള ഒരു ഇലക്ഷന് ഇപ്പോൾ റിസൾട്ട്സ് വന്നിരിക്കുന്നത്. ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിക്ക് എല്ലായിടത്തും തന്നെ ശക്തമായ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് എല്ലാ പാർട്ടികളും, ഇപ്പോൾ ലേബർ പാർട്ടി ആയാലും ഡെമോക്രാറ്റിക് ആയാലും മറ്റ് എല്ലാ പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ എല്ലായിടത്തും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ സീറ്റുകൾ ഏകദേശം പകുതിയായിട്ട് കുറഞ്ഞു. അവർക്ക് ഏകദേശം പകുതി സീറ്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയും കാട്ടി. അതായത് ജനങ്ങൾ അവരെ ശക്തമായിട്ട് അവർക്ക് താക്കീതാണ് ഇപ്പോൾ ഈ ഇലക്ഷനിലൂടെ അവർ നൽകിയിരിക്കുന്നത്. കാരണം അവരുടെ ഭരണം അത്രമാത്രം മോശമാണെന്നുള്ളത് തെളിവാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ ഇലക്ഷനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ. നമ്മുടെ നാട്ടില് ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ, നമ്മുടെ വലിയൊരു രാജ്യമാണ്, ഒരുപാട് വോട്ടേഴ്സ് ഉള്ള ഒരു രാജ്യമാണ്. അത്രയും വോട്ടേഴ്സ് ഒന്നും യു കെയിൽ ഇല്ല. അതുപോലെ തന്നെ യു കെയിലെ ഇലക്ഷന് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. 30 to 40% ഒക്കെയാണ് മാക്സിമം പേര് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇലക്ഷന് മത്സരിക്കുന്നതിനും ആൾക്കാർക്കും വലിയ താല്പര്യമില്ല. കാരണം ഇത് ഇവിടെ ഇലക്ഷൻ ജയിച്ചാലും വലിയ ഗുണമൊന്നും, അതായത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പണം ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയല്ല യു കെയിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിച്ചൊരു മന്ത്രി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് വേണ്ടതെല്ലാം അടിച്ചു മാറ്റാവുന്ന ഒരു അവസരമുണ്ട്. പക്ഷേ യു കെയിൽ അങ്ങനെ ഒരു സ്ഥിതിയില്ല. യു കെയിൽ അങ്ങനെ ഒരു അവസരം ഇതുവരെ ഇല്ല. പക്ഷേ ഇപ്പോൾ യു കെയിൽ പലയിടത്തും ഇപ്പോൾ അഴിമതിയും സ്വജന പക്ഷപാതവും ഒക്കെ തുടങ്ങി വരുന്നുണ്ട്. പക്ഷേ നേരത്തെയുള്ള കാലങ്ങളിൽ ഇവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചെന്നും പറഞ്ഞ് നമുക്ക് വലുതായിട്ട് കോടിക്കണക്കിന് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നോർമലായിട്ടൊരു സാലറി മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്ക് ഒരു കോൺട്രാക്ടറിൽ നിന്നും ₹1 പോലും നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മലയാളികൾ യു കെയിലെ ഇലക്ഷനൊക്കെ മത്സരിച്ച് പല സ്ഥാനങ്ങളിലേക്ക് എത്തി. പക്ഷേ അവരൊക്കെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കി അവർ പഴയ വഴിയിലോട്ട് പോയി. കാരണം അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള നേട്ടങ്ങളൊന്നും അവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ, നമ്മുടെ നാട്ടിലുള്ള പലരും ഇപ്പോൾ ആദ്യമായിട്ടാണ് യു കെയിൽ ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ബഹളമോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ റോഡ് തടഞ്ഞുള്ള പ്രകടനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളോ അങ്ങനെ ഒന്നും യു കെയിലില്ല. യു കെയിൽ അവർ സാധാരണ ഒരു വീടുകളിൽ കൊണ്ടൊരു ലീഫ്ലെറ്റ് ഇട്ടാലായി, അത്രയും മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് യാതൊരുവിധ സ്ട്രെസ്സോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെയാണ് ഇവിടുത്തെ ഇലക്ഷൻ കടന്നു പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉള്ളത്, ഇവിടെ ഇലക്ഷൻ നടത്തുന്നത് വോട്ടിംഗ് മെഷീനിലല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ വലിയ രാജ്യമാണ്, ഒരുപാട് വോട്ടേഴ്സ് ഉള്ളതുകൊണ്ട് വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യുമെന്ന് പറയാം. പക്ഷേ യു കെയിൽ വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ടല്ല ഇലക്ഷൻ നടത്തുന്നത്. ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം തന്നെ അത് എണ്ണി അതിന്റെ റിസൾട്ട്സ് എല്ലാവരെയും അറിയിക്കുന്നതാണ്. അത്ര കാര്യക്ഷമമായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ഫേക്ക് വോട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അവര് ഐഡന്റിറ്റി കാർഡുകൾ നിർബന്ധമാക്കിയായിരുന്നു ഇലക്ഷന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഐഡന്റിറ്റി കാർഡ് ഉള്ളവരെ മാത്രമേ വോട്ട് ചെയ്യിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഇലക്ഷന് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ രാജ്യത്ത് ഒരു പാർട്ടി അടിമകൾ വളരെ കുറവാണ്. അതായത് ഒരു പാർട്ടിയിൽ വിശ്വസിച്ച് അവരെന്ത് വൃത്തികേട് കാണിച്ചാലും അവർക്ക് മാത്രം വോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജനങ്ങൾ ഇവിടെ കുറവാണ്. ഇവിടുത്തെ ജനങ്ങൾ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ജനങ്ങൾ, ഇവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ ഒരു 50% പോലും ഈ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവരല്ല. അങ്ങനെ ആ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവരായാൽ പോലും അവർ അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി, കാൻഡിഡേറ്റിനെ നോക്കി മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ഇവിടെ കൺസർവേറ്റീവ് ആണെന്നും പറഞ്ഞ് ജീവിതകാലം മൊത്തം കൺസർവേറ്റീവ് വോട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലാണ് അങ്ങനെ. ഇപ്പോൾ നമ്മുടെ ഒരു പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും എത്ര ഗുണമില്ലാത്തവരായാലും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറെ അടിമകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആ ഒരു സിസ്റ്റം മാറണം. ഞാനത് കുറ്റമായിട്ട് പറയുന്നതല്ല. നമ്മൾ നല്ല സ്ഥാനാർത്ഥികളെ നോക്കി വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. ഇപ്പോൾ മറ്റൊരു കാര്യം യു കെയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെയുള്ള കാലത്തെയാണ് പറയുന്നത്, ഇനിയുള്ള കാലത്ത് നമുക്ക് പ്രവചിക്കാൻ ഒക്കുകയില്ല. ഇതുവരെയുള്ള കാലത്ത് അവരൊരിക്കലും ജാതി പറഞ്ഞോ മതം പറഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു വിധത്തിലും വോട്ട് പിടിക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടില്ല. അങ്ങനെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ പോലും ഒരു നേതാക്കന്മാരും ജാതിയോ രാഷ്ട്രീയമോ പറഞ്ഞുള്ള ഡിസ്ക്രിമിനേഷൻ ഇവിടെ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ അത് ആ പാർട്ടികൾ, അതായത് ആ പാർട്ടി എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്തത് ഇഷ്ടപ്പെടാതെ ജനങ്ങൾ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് വോട്ട് ചെയ്യും. ഇപ്പോൾ കൺസർവേറ്റീവിന്റെ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അവർക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ തന്നെയാണ്. ഇവിടുത്തെ ഓരോ സാധാരണക്കാർ ഇപ്പോൾ 2 വർഷമൊക്കെയാണ് ഒരു ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അന്നേരം NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിലാണെന്നാണ് പറയുന്നത്. പലരും ഇപ്പോൾ 1 വർഷത്തിന് മുകളിലാണ് വെയിറ്റ് ചെയ്യുന്നത് അവർക്കൊരു ചികിത്സ ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ലഭിക്കാൻ. അങ്ങനെ NHSന്റെ പ്രവർത്തനം താറുമാറായി കിടക്കുകയാണ് UK-യിൽ. അന്നേരം ഈ NHSലേക്ക് വേക്കൻസികൾ ക്രമാതീതമായിട്ട് കൂടുതലായിട്ട് നിൽക്കുകയാണ്. അവിടെ എല്ലാം റിക്രൂട്ട്മെന്റ് നടത്തി അവിടെ എല്ലാം ആവശ്യ സ്റ്റാഫിനെ നിയോഗിച്ചില്ലെങ്കിൽ ഇനിയും ഈ രീതിയിൽ തന്നെ NHS മുമ്പോട്ട് പോകും. ഇവിടുത്തെ ആരോഗ്യരംഗം തീർത്തും തകർന്നു പോകാനുള്ള ഒരു അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഋഷി സുനക്കിന് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത ഒരു അവസരമാണ്. താങ്കൾക്ക് ഇനിയെങ്കിലും മാറാൻ ഒക്കുമെങ്കിൽ മാറാം, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാം, ഇവിടുത്തെ ശക്തമായ വിലക്കയറ്റത്തിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജായിട്ട് വേണം ഇത് കാണാനായിട്ട്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റ് അറിയാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ശക്തമായ വോട്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം അടുത്ത വർഷം ഇനിയിപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്. ഇപ്പോൾ ഋഷി സുനക്കിന്റെ നേതൃത്വമുള്ള മന്ത്രിസഭ ഇതേ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനിയും വലിയ തിരിച്ചടികൾ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇവിടുത്തെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ NHSലെ വെയിറ്റ് ലിസ്റ്റ്, ഇതൊക്കെ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് ഋഷി സുനക്ക് മന്ത്രിയായപ്പോൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഋഷി സുനക്ക് മന്ത്രിയായത് ഡയറക്റ്റ് ഒരു പ്രധാനമന്ത്രിയായിട്ട് മത്സരിച്ചല്ല, അദ്ദേഹം അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ബോറിസ് ജോൺസൺ ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇലക്ഷനെ ഫേസ് ചെയ്ത്, അതായത് പൊതുജനത്തിനെ ഫേസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയാണ്. ഋഷി സുനക്കിന് ഇതുവരെ ഒരു അവസരം വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ ഋഷി സുനക്കാണ് കൺസർവേറ്റീവിന്റെ നേതാവെങ്കിൽ ഋഷി സുനക്ക് ഇവിടുത്തെ ജനങ്ങളെ ഡയറക്റ്റ് ഫേസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയാകുന്ന ഒരു അവസരമാണ് വരുന്നത്. അന്നേരം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചില്ലെങ്കിൽ കൺസർവേറ്റീവിന്റെ ഭരണം നഷ്ടപ്പെടുമെന്നും ലേബർ തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ഇപ്പോഴും കൺസർവേറ്റീവ് പാർട്ടി അവര് ഇമിഗ്രേഷൻ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് അനധികൃത കുടിയേറ്റത്തിനെ തടയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും തടയുന്നത് നിയമപരമായിട്ട് UK-യിൽ വന്നുകൊണ്ടിരിക്കുന്നവരെയാണ്. ഇപ്പോഴും അനധികൃതമായിട്ട് ബോട്ടുകളിൽ വരുന്നവർ എല്ലാ ദിവസവും 200-300 പേരാണ് UK-ലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് UK ഗവൺമെന്റ് ഓരോ ദിവസവും ചെലവാക്കുന്നത്. അവർക്ക് വേണ്ടി അക്കോമഡേഷൻ ഫെസിലിറ്റികൾ തയ്യാറാക്കുന്നു. അവരുടെ ചികിത്സ, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ UK ഗവൺമെന്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ മറ്റൊരു രാജ്യത്തേക്ക്, റുവാണ്ട പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് കുടിയേറ്റക്കാരെ കയറ്റിയടയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതും വിജയത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡ് UK-യുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ ഒരുപാട് പേരെ പിടിച്ചെങ്കിലും അതൊന്നും അവരെ ഒന്നും വിദേശത്തേക്ക് കയറ്റി അയക്കാൻ ഒക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും സാധാരണക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ ഋഷി സുനക്ക് എപ്പോഴും ഇവിടുത്തെ കുടിയേറ്റം കുറയ്ക്കുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് വിശ്വാസം വന്നിട്ടില്ല ഇതുവരെ. അതാണ് ഇന്നത്തെ ഈ വോട്ടെടുപ്പിന്റെ റിസൾട്ടൊക്കെ തെളിയിക്കുന്നത്. ഇനിയുള്ള മാസങ്ങളിലെങ്കിലും ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നല്ലതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഋഷി സുനക്കിനെയും കൺസർവേറ്റീവ് പാർട്ടിയെയും അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടുത്തെ ജനങ്ങളെ തൂത്ത് എറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചോളം, സാധാരണക്കാരെ സംബന്ധിച്ചോളം വലിയ മാറ്റങ്ങളൊന്നും UK-യിൽ വരുത്തുന്നില്ല. ഇവരിപ്പോൾ മാറുന്നതോ പുതിയതായിട്ട് വരുന്നതോ. പക്ഷെ ലേബർ ഭരണത്തിൽ വന്നാൽ അവർ ഏത് രീതിയിലായിരിക്കും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്, അത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അന്നേരം പുതിയൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.